വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നദീതട സംസ്കാരങ്ങളിലൂടെ എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പല നദീതട സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. മെയിൻ ആയിട്ട് വരുന്നത് സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിവയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അതിലുള്ള സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാഠഭാഗം മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പാഠത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകാം. ആദ്യം തന്നെ പറയുന്നത് ഇവിടെ ഒരു ചെറിയ കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്. വർഷം 1856 മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽപാത പണിയുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പാതയുടെ നിർമ്മാണ ചുമതല ബ്രണ്ടൻ സഹോദരന്മാർക്കായിരുന്നു. സിന്ധു നദീതടത്തിലൂടെയാണ് ഈ പാത നിർമ്മിക്കേണ്ടിയിരുന്നത്. മണ്ണിന് ഉറപ്പ് തീരെയില്ല. എഞ്ചിനീയർമാരായ ആ സഹോദരങ്ങളും തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽപാളം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പാത നിർമ്മാണം വഴിമുട്ടി. ആ സമയത്താണ് തൊട്ടടുത്ത് തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല ഉറപ്പുള്ളവയായിരുന്നു അവ. റെയിൽപാളം ഉറപ്പിക്കാൻ പറ്റിയവ. പിന്നെ താമസിച്ചില്ല, ഈ ചുടുകെട്ടുകൾ നിരത്തി പാത നിർമ്മിച്ചു. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായിരുന്നു ഈ പറയുന്ന ഈ ചുടുകട്ടകൾ എന്ന് അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയർമാരോ തൊഴിലാളികളോ തിരിച്ചറിയുന്നില്ല. പിന്നീട് 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് നടന്ന ഒരു ഉത്ഖനനത്തിലൂടെയാണ് ഈ പറയുന്ന ചുടുകട്ടകള് ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോ എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇത് ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ പറയണ്ടേ സിന്ധു നദീതട സംസ്കാരം എന്ന്. എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു പേര് ലഭിച്ചിട്ടുണ്ടായിരിക്കാം? സിന്ധു നദിയുടെ അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ഉത്ഖനനം നടക്കുന്നത് പാകിസ്ഥാനിലെ ഹരപ്പയിലായിരുന്നു. ഓക്കെ ആണല്ലോ. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഉത്ഖനനം നടക്കുന്നത് എവിടെ തന്നെയാണ്? പാകിസ്ഥാനിലെ മോഹൻജൊദാരോവിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? RD ബാനർജി ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഈ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരായിരുന്നു? ജോൺ മാർഷൽ ആയിരുന്നു. സിന്ധു നദീതട സംസ്കാരം ഹാരപ്പയിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻജൊദാരോയിലും നടക്കുന്നുണ്ട്. മോഹൻജൊദാരോയിൽ ആരായിരുന്നു? RD ബാനർജി ആയിരുന്നു. ഹാരപ്പയിൽ സംസ്കാരത്തിൽ ഉത്ഖനനം നടത്തിയത് ആരായിരുന്നു? ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതലേ ഉത്തർപ്രദേശിലെ അലിംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയാണ്? പലപ്പോഴും ഈ സിന്ധു നദിയുടെ പ്രത്യേകത എന്താണ്? സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഭാഗം ഒഴുകുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അപ്പോ ഈ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലിംഗീർപൂർ വരെയും അതുപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദയുടെ തീരം വരെയും ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. ഇത് BC 2700 മുതൽ BC 1700 വരെയാണ് ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടമായിട്ട് നമ്മൾ പൊതുവെ പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ എവിടെയൊക്കെയാണ് ഈ ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇതിലെ ഹാരപ്പ, മോഹൻജൊദാരോ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു സംസ്കാരത്തിന്റെ മെയിൻ കേന്ദ്രങ്ങളാണ്. അതൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ പാകിസ്ഥാൻ രാജ്യത്താണ് വരുന്നത്. അതേസമയം കാലിബംഗൻ ഒക്കെ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. പിന്നെ എന്തൊക്കെയാണ് ഇന്ത്യയിൽ വരുന്നത്? അങ്ങനെയുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മാപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെ ഏതിന്റെയൊക്കെ ഏരിയയിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. ഹാരപ്പ ഏത് രാജ്യത്താണ് വരുന്നത്? പാകിസ്ഥാനിലാണ്. അതുപോലെ തന്നെ മോഹൻജൊദാരോ, സുഖ്ഖജന്തോർ ഒക്കെ വരുന്നത് പാകിസ്ഥാനിലാണ്. അലംഗീർപൂർ, ബനവാലി, കാലിബംഗൻ, ലോഥൻ, ധോളവീര, റംഗ്പൂർ വരുന്നത് ഇന്ത്യയിലാണ്. ഷോർട്ടുഗായ് വരുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന നഗര സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. റെയിൽവേ നിർമ്മാണ തൊഴിലാളികളെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് ലഭിച്ച ഇഷ്ടികകളുടെ ആ ഒരു ഉറപ്പാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അന്ന് ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഹാരപ്പ, മോഹൻജൊദാരോ, ലോഥൽ എന്നീ നഗരങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനെ അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
ഇനി താഴ്ന്ന ഒരു ഭാഗമുണ്ട്. അവിടെയായിരുന്നു സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളുള്ളത്. അതിന്റേതാണെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നത് ആസൂത്രിതമായ തെരുവുകളാണെന്നാണ് പറയുന്നത്. ഇരുവശങ്ങളിലായിട്ട് വീടുകൾ നിർമ്മിച്ചിരുന്നു. വീടുകളിലെ വ്യത്യസ്ത ഘടനയുള്ളവയായിരുന്നു. ചിലത് ഒറ്റമുറി, ചിലത് കൂടുതൽ വിശാലമായ മുറികളൊക്കെ ഉള്ള പല ടൈപ്പ് വീടുകൾ ഉണ്ടായിരുന്നു. അഴുക്ക് ചാലുകളുണ്ട്. അതുപോലെ വീടുകളിൽ നിന്നുള്ള മലിനജലം ഈ ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ആസൂത്രിതമായ ഒരു തെരുവുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അതാണ് നമുക്കിവിടെ അത്ഭുതപ്പെടുത്താവുന്ന മറ്റൊരു ഫാക്ടർ ആയിട്ട് പറയാവുന്ന കാര്യം. ഇനി മോഹൻജദാരോയിൽ നിന്ന് ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവായിട്ടാണ് ഇത് കാണുന്നത്. പൂർണ്ണമായും ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ വലിയ കുളത്തിന്റെ ചിത്രമൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു സവിശേഷതയാണ് ഈ ഹാരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ധാന്യപ്പുരകളും. ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു അവ. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗം ഇതൊക്കെ അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥാൾ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. അപ്പോ ഈ പറയുന്ന ധാന്യപ്പുരി സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ്. അതുകൂടാതെ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിലെ ഫലഭൂഷ്ടമായിരുന്നു എന്ന് പറയുന്നു. സിന്ധു നദി അപ്പോ നദീതട തീരങ്ങളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംസ്കാരം നിലനിൽക്കാനുള്ള കാരണം തന്നെ എന്താണ്? എക്കൽ മണ്ണിന്റെ നിക്ഷേപം, അതുവഴി അവിടെ കൃഷിയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളും കൂടുതൽ അവിടെ ജനവാസ കേന്ദ്രങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ പാഠഭാഗങ്ങളിൽ പലപ്പോഴായി പറയുകയുണ്ടായിരുന്നു. ഓക്കെ. ഈ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടായിരുന്നു. സിന്ധു നദിയിൽ നിന്ന് ഒഴുകിക്കൊണ്ട് വരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലഭൂഷ്ഠതയുടെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ചിരുന്ന് കൃഷി നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. കളിമണ്ണിൽ തീർത്ത കൽപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മനുഷ്യ ജീവിതത്തിലെ പല പുരോഗതികളെ കുറിച്ചിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ അവശേഷിപ്പുകൾ നമുക്ക് പലപ്പോഴും ലഭിക്കുമ്പോഴാണ് ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഇത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ കണ്ടാമൃഗത്തിന്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് അന്ന് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കച്ചവടം എന്ന് പറയുന്നത്. കാർഷിക പുരോഗതി മിച്ചോൽപാദനത്തിനും ധാന്യങ്ങളുടെ സംഭരണത്തിനും വഴിതെളിച്ചു. സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. ആ അളവുകളും തൂക്കങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടിരിക്കുന്നത്. അതായത് ചിലപ്പോൾ വല്ല കല്ലുകളോ ഭാരമുള്ള വല്ല എന്തെങ്കിലും കഷ്ണങ്ങളോ മരക്കഷ്ണങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അവര് കൃത്യമായ ഒരു അളവ് തൂക്കി നോക്കിയിട്ട് തന്നെയാണ് അന്നത്തെ രീതിയിലും കച്ചവടം നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി മെസപ്പൊട്ടോമിയയിൽ നിന്ന്, അതായത് മുൻപ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിലെ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി പറയുന്നുണ്ട്. മെലൂഹ ഹാരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകളും ഇവര് കച്ചവട ബന്ധത്തിന്റെ തെളിവായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് ലോഥാലായിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങളും കടൽ വഴിയുള്ള കച്ചവടത്തിന്റെ മറ്റൊരു പ്രധാന തെളിവായി നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി ലഭിച്ച മുദ്രകൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. എന്നാൽ നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭ്യമല്ല. രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചിരുന്നു. ഈ ചെമ്പും വെളുത്തീയും ഉപയോഗിച്ചിട്ട് വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളോ ആയുധങ്ങളോ ഒക്കെ നിർമ്മിച്ചിരുന്നു. അപ്പോ ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം അഥവാ ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് പേര് വരാനുള്ള ഒരു കാരണം എന്താണ്? ആ കാലഘട്ടത്തിലാണ് വെങ്കലത്തിന്റെ ഉപയോഗം കൂടുതലായി വരുന്നത് എന്നതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകള്, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. മൺപാത്ര നിർമ്മാണത്തിന് ചൂളകളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അതിന്റെ ശേഷിപ്പുകളായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മൺപാത്രങ്ങളും ഇവരുടെ കലാവൈഭവങ്ങള് കാണിക്കാവുന്ന പല കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ പ്രതിമ, അതൊക്കെ എന്താണ്? ഇവർ ഈ പറയുന്നതായിട്ടുള്ള മികച്ച കലാവൈഭവം ഉള്ള ആൾക്കാരായിരുന്നു എന്നും കരകൗശല വസ്തുക്കൾ അവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനും തെളിവുകളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഇനി അന്ന് കാലത്തെ ജനങ്ങളുടെ വിശ്വാസ രീതികൾ എന്താണ്? ഹർപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ നിന്ന് കാലത്തെ ജനങ്ങളുടെ വിശ്വാസ രീതികൾ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവാണ്. ഫലഭൂഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ
ആദിമ ശിവന്റെ അതായത് പ്രോട്ടോ ശിവ ശില്പങ്ങളാണെന്നാണ് ചിത്രകാരന്മാർ പറയുന്നത്. അതുപോലെ തന്നെ വലിയ കുളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോഹൻജൊദാരോവിലെ, അത് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവാമെന്നും കരുതുന്നു. ഇനി ഇങ്ങനെ ഇത്രയും വിപുലമായിരുന്ന ഈ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയായിരിക്കും തകർന്നിട്ടുണ്ടായിരിക്കാം? ഏകദേശം ഒരു 1700 നമ്മള് കാലഘട്ടം മുൻപ് തന്നെ പറയുകയുണ്ടായിരുന്നു. 2700 മുതൽ 1700 BC വരെയാണ് ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നതെന്ന്. ഏകദേശം ഒരു 1700 BC കൂടിയാണ് ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങുന്നത്. ഇതിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങള് പല കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ എന്നിവയൊക്കെ എന്താണ് ഈ പറയുന്നതായ ഈ സിന്ധു നദീതട സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായ കാരണങ്ങളായി പറയുന്നു. ഇനി ഇനി നമ്മൾ ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങളെ കുറിച്ച് പറയാണ്. അതിനു മുൻപ് എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ നദീതടങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ജനജീവിതം കൂടുതൽ ചൂസ് ചെയ്യാനുള്ള കാരണം? ആദിമ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാട് വെട്ടി കൃഷിനിലമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അവർക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സാങ്കേതിക വിദ്യ നേടിയിരുന്നില്ല. അപ്പോൾ എളുപ്പത്തിലെ പുൽമേടുകളാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പുൽമേടുകൾ വെട്ടിയിട്ട് എന്ത് ചെയ്യാണ്? കൃഷി ആരംഭിക്കുകയാണ്. നൈല്, യൂഫ്രട്ടീസ്, സിന്ധു അങ്ങനെയുള്ള നദീതടങ്ങളിലുള്ള പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. അവിടെ വളക്കൂറുള്ള മണ്ണും ധാരാളം ജലം, കന്നുകാലികൾക്ക് മേയാൻ മേച്ചിൽപ്പുറങ്ങള് എന്നിവ മനുഷ്യവാസം നദീതടങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കാരണമായി. ഇങ്ങനെ ഈ നദീതടങ്ങള് സംസ്കാരങ്ങളുടെ ഈറ്റില്ലങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നതായ എല്ലാ സംസ്കാരങ്ങളും, അതായത് ഇപ്പൊ സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്? ഓരോ നദീതടങ്ങളുമായിട്ട് ബന്ധം വരുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങൾ എന്നിവയെ കുറിച്ചാണ്. ഇപ്പൊ പറയുന്ന ഈ മൂന്ന് സംസ്കാരങ്ങളുടെയും പൊതുവായ പ്രത്യേകത എന്താണ്? വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഉണ്ടായിരുന്നു ഈ മൂന്ന് കാലഘട്ടത്തിലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരങ്ങളെ എല്ലാം പൊതുവെ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. ഏതൊക്കെ സംസ്കാരങ്ങളാണ്? ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങൾ. പിന്നെ ഓൾറെഡി സിന്ധു നദീതട സംസ്കാരം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി മുൻപേ പറഞ്ഞതാണ്. ഈ സംസ്കാരങ്ങളെ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്? വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മുടെ ഇന്ന് നമുക്കറിയാം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടോപ്പ് പോർഷനിലും പാകിസ്ഥാനിലെ ഭാഗത്തുമായിട്ടാണ് നമ്മുടെ സിന്ധു നദി ഒഴുകുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തായിരിക്കുമല്ലോ സിന്ധു നദീതട സംസ്കാരം വരുന്നത്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അതുപോലെ ചൈനീസ് സംസ്കാരം ഒക്കെ വരുന്ന കേന്ദ്രങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മുടെ വലിയൊരു ഭാഗം ഉണ്ടായിരുന്നത് സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചായിരുന്നു. ഇനിയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. 1922 നവംബർ മാസത്തിൽ ഞാൻ ഈജിപ്തിലെത്തി. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ തൂത്തൻഖാമൻ എന്ന ചക്രവർത്തിയുടെ മമ്മി തേടിയുള്ള യാത്ര. മമ്മികളെയും പിരമിഡുകളെയും തേടിയുള്ള യാത്രയുടെ പുതിയ ഘട്ടം. ഈജിപ്തിന്റെ വടക്ക് ഭാഗത്തുള്ള താഴ്വരയിലൂടെ സുദീർഘമായ അന്വേഷണം. പക്ഷേ ഫലമില്ല. പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറി. അവസാനം വലിയൊരു പിരമിഡിന്റെ അരികു ചേർന്ന് ഖനനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ആകാംക്ഷ അത്ഭുതത്തിന് വഴിമാറി. ഭൂമിക്ക് അടിയിലേക്ക് നീളുന്ന പടവുകൾ. പടവുകൾ പിന്നിട്ടെത്തിയത് വലിയൊരു വാതിലിനരികെ. ഒന്നിനു പിറകെ മറ്റൊന്ന്. മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോഴേക്കും ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അന്വേഷിക്കുന്ന ചക്രവർത്തി ഇതാ മുമ്പിൽ സർവാഭരണ വിഭൂഷിതനായി അനന്തമായ നിദ്രയിൽ. ഇത് ആരുടെ കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്? ഹെവാർഡ് കാർട്ടർ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻഖാമൻ എന്ന് പറയുന്നത്. അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഈ പറയുന്ന ഈജിപ്തിലെ രാജാക്കന്മാരെ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? ഫറോവ എന്നായിരുന്നു. ഇവരുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട ശരീരത്തിനെയാണ് മമ്മി എന്ന് പറയുന്നത്. ഈ മമ്മികള് സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെങ്കലയുഗ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഏത് നദീതടത്തിലാണ് വരുന്നത്? നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഇനി ഇവിടെ ഹൈറോഗ്ലിഫിക്സ് ലിപിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. അതേതാണ്? ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ആ പറയുന്ന എഴുത്തുവിദ്യ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വരുന്നത് വിശുദ്ധമായ എഴുത്ത് എന്നാണ്.
ഓക്കെ, അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്തെന്നാണ്. ഇപ്പൊ പാപ്പരസ് ചെടിയുടെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എഴുതാറുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈജിപ്ഷ്യൻസ് ആണ്, നൈൽ നദീതീരത്താണ്, ഈ പറയുന്ന ഹൈറോഗ്ലിഫിക്സ് ആണ് ലിപി വരുന്നത്, അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ ആയിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണ കാലത്ത് അദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശിലയിലാണ് ഈ എഴുത്തുണ്ടായിരുന്നത്. നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏതായിരുന്നു ആ ലിപി വരുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ് ലിപി വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശാസ്ത്ര രംഗത്തും ഈ പറയുന്ന ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിലുള്ള മനുഷ്യര് ഒരുവിധം പുരോഗതിയൊക്കെ കൈവരിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി അവർ കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ടാണ് അവർ ഒരു വർഷത്തെ വിഭജിച്ചത്. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. അതുകൂടാതെ ഗണിതശാസ്ത്ര രംഗത്തും ഇവർക്ക് നേട്ടങ്ങളുണ്ട്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്ക് അറിയാമായിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം ഒക്കെ അവർ തയ്യാറാക്കിയിരുന്നു. ഇനി പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിൻക്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സ്ഫിൻക്സ് ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടോമിയ. അപ്പൊ ഏത് നദികളാണ് വരുന്നത്? യൂഫ്രട്ടീസും ടൈഗ്രീസും ആണ് നദികൾ. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നതാണ് ഈ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് അർത്ഥം വരുന്നത്? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. എന്തൊക്കെയായിരുന്നു? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിവയായിരുന്നു അവ. മെസ്പൊട്ടോമിയയിലെ ഫലഭൂഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു. അതുകൂടാതെ തന്നെ കച്ചവടത്തിന്റെയും അതുപോലെ തന്നെ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഈ പറയുന്ന കച്ചവടങ്ങളും കൂടുതൽ കാരണമായിട്ടുണ്ട് എന്നതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഉർക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇപ്പോ നഗരങ്ങള് കച്ചവട കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കച്ചവട രീതി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ മുൻപ് നമ്മൾ പറയുകയുണ്ടായി. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ എന്ന് പറയുന്നത് ക്യൂണിഫോം എന്നാണ്. എന്താണ്? മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ലിപികൾക്ക് ആപ്പിന്റെ ആകൃതിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിന്റെ ആകൃതി? ആപ്പിന്റെ ആകൃതിയായിരുന്നു എന്നാണ് പറയുന്നത്. മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുപലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് ഇവർ എഴുതിയിരുന്നത്. ഓക്കെയാണല്ലോ. അതുകൂടാതെ തന്നെ കളിമൺ ഫലകങ്ങളുടെ വൻശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറാക്കി കണക്കാക്കിയിരുന്നു. അതുപോലെ ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അവർക്കറിയാമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ പ്രാചീന മെസപ്പൊട്ടോമിയ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവുകളാണ് സിഗൂറാത്തുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ സിഗൂറാത്തുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത് സിഗൂറാത്തുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന സിഗൂറാത്തുകൾ പണിയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഇത് ഏത് നദീതടത്തിലാണ് വരുന്നത്? ഹൊയിൻഹോ നദീതടത്തിലാണ് ഈ പറയുന്ന ചൈനീസ് സംസ്കാരം വരുന്നത്. കൃഷിയായിരുന്നു ഈ ഒരു സംസ്കാരത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത്. കൂടാതെ എന്തൊക്കെ വരുന്നുണ്ട്? നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലൊക്കെ അവിടെയുള്ള ആൾക്കാർ വിദഗ്ധരായിരുന്നു. പുരാതന ചൈനയിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു. പ്രാചീന മെസപ്പൊട്ടോമിയയിലെയും ഈജിപ്തിലെയും പ്രാചീന ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നദീതടങ്ങൾ കേന്ദ്രമാക്കിയിട്ട് ഈ വളർന്നു വന്നിട്ടുള്ള സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ചൈനീസ് സംസ്കാരത്തിലെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത് അവര് ഒരു വർഷത്തിലെ 365 ദിവസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ നദീതട സംസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മെയിൻ ആയിട്ട് സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചും ചൈനീസ് സംസ്കാരത്തെ കുറിച്ചും പറയുകയുണ്ടായി. ഈ സിന്ധു നദീതടം വരുന്നത് എവിടെയാണ്? സിന്ധു നദിയുടെ തീരത്ത് വരുന്ന സംസ്കാരമാണ്. ഹാരപ്പൻ സംസ്കാരം എന്നും പലപ്പോഴും പറയാറുണ്ട്. ഇനി ഈ എല്ലാ സംസ്കാരങ്ങളും നമ്മൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നും പറയാറുണ്ട്. അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതീരത്താണ്. മെസപ്പൊട്ടോമിയൻ വരുന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതടങ്ങളിലാണ്.
ചൈനീസ് സംസ്കാരം ഹൊയ്ഹോ നദീതടത്തിലാണ്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി വരുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. മെസപ്പൊട്ടോമിയൻ ലിപി വരുന്നത് ക്യൂണിഫോം ആണ്. ചൈനീസിലെ എഴുത്തുവിദ്യയാണ്. പിന്നെ സിഗൂറാത്തുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ടാണ്. പിരമിഡുകളും സംഫിങ്സും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ടാണ്. ഇനി നമ്മൾ കുറെ അധികം കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു നദീതട സംസ്കാരങ്ങളിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും അന്ന് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചും സവിശേഷതകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇത്രയും പോയിന്റ്സ് ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.